ഹായ് ഹലോ എവ്രി വൺ. ഏൺ മാർക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമുക്കറിയാം പരീക്ഷകളൊക്കെ ഇങ്ങ് അടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രിപ്പറേഷൻസ് അത്രയും എന്താ പറയുക ടൈറ്റ് ആക്കിയാലാണ് നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ ടൈറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പം അതിന് മുന്നോടിയായിട്ട് പരീക്ഷയുടെ ഭാഗമായിട്ട് കുറച്ചധികം ഇൻസ്ട്രക്ഷൻസ് തരാനുണ്ട്. നിങ്ങൾക്കിത് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, എങ്കിൽ കൂടി ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കാരണം എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ട് എങ്കിൽ അത് ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക, കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആൻഡ് ഔട്ട് ടു ദ വീഡിയോ. സോ ഇതിനൊരു ജനറൽ ഇൻസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. അപ്പം ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതാത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 49 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ എല്ലാം കമ്പൽസറി ആയിട്ട് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം സെക്ഷൻ എയിൽ 25 ചോദ്യങ്ങളും സെക്ഷൻ ബിയിൽ 26 മുതൽ 49 വരെയുള്ള ചോദ്യങ്ങളും ആയിരിക്കും ഉണ്ടാവുക. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 17 വരെയും 41 മുതൽ 43 വരെയുള്ള ചോദ്യങ്ങളും മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. അതായത് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. 4 ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ടാവുക. ആൻഡ് പറയുന്ന പോലെ തന്നെ സെലക്ട് ആൻഡ് റൈറ്റ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ABCD എന്നീ 4 ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ശരിയെന്ന് തോന്നുന്ന ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. ആൻഡ് ഈ ഒരു ഉത്തരങ്ങളിൽ 4 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ 4 ഒന്നായിരിക്കും ശരി ഉത്തരം ഉണ്ടാവുക എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അതായത് 4 2 ശരിയാകാനുള്ള സാധ്യതയില്ല. ഇപ്പം എയും സിയും ശരിയാണ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഓപ്ഷൻസിൽ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടും ഉണ്ടാവും. ഇപ്പം എയും സിയും ശരിയാണ്, എയും ബിയും ശരിയാണ്, എയും ഡിയും ശരിയാണ്, ഡിയും ബിയും ശരിയാണ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടാവും. എന്നാലും ഓപ്ഷനുകളിൽ ABCD എന്നീ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ശരിയായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 മുതൽ 25 വരെയും 44 മുതൽ 47 വരെയുള്ള ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് 18, 19, 21 ചോദ്യങ്ങളിൽ 2 മാർക്കായിരിക്കും അതിനുണ്ടാവുക. ചോദ്യം 2 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ടാവും. അതിൽ ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം മൊത്തം ടോട്ടൽ ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് ഈച്ച് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 5 മാർക്ക് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ചോദ്യത്തിന് 20ാമത്തെ ചോദ്യത്തിന് 5 മാർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ 23, 24, 25 അതായത് 23, 24, 25 ചോദ്യങ്ങളിൽ 4 മാർക്കായിരിക്കും ഉണ്ടാവുക. 4 പാർട്ടായിട്ടും അതിനകത്തുണ്ടാവും. അതായത് 23ാമത്തെ ചോദ്യത്തിന് 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോന്നിനും ഓരോ മാർക്ക് വീതം. അതുപോലെ തന്നെയാണ് കേട്ടോ 20ാമത്തെ ക്വസ്റ്റ്യനും. അതായത് 5 മാർക്കുള്ള ചോദ്യത്തിന് 5 സബ് പാർട്ട് ഉണ്ടാവും. ഓരോന്നിനും ഓരോ മാർക്ക് വീതം. അത് മിക്കവാറും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് 4 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ചിട്ടായിരിക്കും. അങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി 44 മുതൽ 47 വരെയുള്ള ചോദ്യങ്ങൾ 1 മാർക്കായിരിക്കും ഉണ്ടാവുക. Attempt as per the instruction given therein with each such questions at 18 to 25 and 44 to 47. അതാത് ചോദ്യങ്ങളുടെ മുകളിൽ ഇപ്പം ഞാനിങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഓരോരോ ചോദ്യങ്ങളുടെ മുകളിലും ഓരോരോ സെഷനുകളുടെ മുകളിലും ആൻസർ ആൾ ക്വസ്റ്റ്യൻസ്, ഇതിന് ഇന്ന മാർക്കാണ്, ഇതിന് ഇത്ര സബ് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് അതാത് ചോദ്യങ്ങളുടെ മുകളിലും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിലും ഉണ്ടാവും. ഇതുപോലെയാണ് ആ ഫ്രണ്ട് പേജ് ഉണ്ടാവുക. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് സെക്ഷൻ 7. ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് പോവാം. 26 മുതൽ 49 വരെയുള്ള ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് വിവരിച്ചെഴുതേണ്ട ചോദ്യങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 26 മുതൽ 31 വരെയുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ 48ാമത്തെ ചോദ്യം വെരി ഷോർട്ട് ആൻസർ ടൈപ്പാണ്. അതായത് 1, 2, 3 വരികളിൽ എഴുതേണ്ട 3 വരികളിൽ 1, 2 എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു 3, 4 സെന്റൻസിൽ എഴുതി തീർക്കേണ്ട ചോദ്യങ്ങളായിരിക്കും 26 മുതൽ 31 വരെയുള്ളതും അതുപോലെ തന്നെ 48 വരെയുള്ളതും. 48ാമത്തെ ചോദ്യം. അപ്പം ഇതിൽ ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 2 മാർക്സ് ഈച്ച്. ഒരു ചോദ്യത്തിന് 2 മാർക്കാണ് ഉണ്ടാവുക. ഒരു 80 മുതൽ 120 വരെ വേർഡ്സ് എന്നാണ് പറയുക. 80 വേർഡ്സ് മുതൽ 120 വേർഡ്സ് വരെ. അതായത് നിങ്ങളിപ്പോൾ ഒരു ആൻസർ ഷീറ്റിൽ ഓൾമോസ്റ്റ് പകുതിയോളം എഴുതുക. 3 വരി നിങ്ങൾ കണക്കാക്കണ്ട. 3 വരി അത് എങ്ങനെ എഴുതുന്നതനുസരിച്ചിരിക്കുമല്ലോ. ഒരു 5-6 വരി അങ്ങനെ ഒരു കണക്ക് വെച്ചോളൂ. 5-6 വരി നിങ്ങൾ നിർബന്ധമായിട്ടും ഈ 80 to 120 വേർഡ്സ് എന്ന് പറയുമ്പോൾ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി
ക്വസ്റ്റ്യൻ നമ്പർ 32 മുതൽ 38 വരെ അഗെയിൻ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷെ 3 മാർക്ക് ഈച്ച് ആണ്, 3 മാർക്സ് ഈച്ച് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസിന് ഉണ്ടാവും. അതായത് ഒരു ചോദ്യത്തിന് 3 മാർക്ക് ഉണ്ടാവും. അപ്പം ഇത് 150 to 200 വേർഡ്സ് എന്നാണ് പറയാം. അപ്പം ഏറെക്കുറെ ഒരു 3/4 പേജിന് മുകളിലേക്ക് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 200 വാക്കുകൾക്കുള്ളിൽ എഴുതാനാണ് പറയുന്നത്. അപ്പം ആ ഒരു പേജിന്റെ 3/4 ഭാഗത്തോളം എഴുതി വെക്കുന്നതാണ് ഉത്തമം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 39, 40 and 49 ഇത് ലോങ് ആൻസർ ടൈപ്പ് ആണ്. കുറച്ചും കൂടി എസ്സേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ വേണം നമുക്ക് കൂട്ടാം. ഷോർട്ട് എസ്സേ എന്നൊക്കെ നമ്മൾ പറയും. 5 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് ഉണ്ടാവുക. ഇത്തരം 3 ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് 400 മുതൽ 500 വാക്കുകൾ വരെ ഉള്ള രീതിയിൽ എഴുതി വെക്കണം എന്നുള്ളതാണ്. അതായത് 500 വാക്ക് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് പുറം 3 പുറത്തിലേക്ക് എത്തുന്ന മാതിരി എഴുതുക. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, 200 വാക്ക് എന്ന് പറയുമ്പോൾ ഒരു പുറമാണ് ഓൾമോസ്റ്റ്. ഇനി 400 വാക്കുന്ന അടുത്ത പുറവും 2 പുറത്തിൽ കൂടുതൽ എഴുതാനായിട്ട് ഈ ഒരു 5 മാർക്കിന്റെ ചോദ്യത്തിന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ഓപ്ഷണൽ മൊഡ്യൂൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടിയുണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിൽ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം, പക്ഷേ ഏതെങ്കിലും 2 ഓപ്ഷണൽ മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വേണേൽ കാണിച്ചു തരാം. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷണൽ മൊഡ്യൂൾ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷണൽ മൊഡ്യൂളും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ കഴിയും. ഇതിൽ മൊത്തം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണം. പക്ഷെ ഒന്നെങ്കിൽ നമ്മൾ ഇന്ത്യൻ കൾച്ചർ എന്നുള്ള ഒരു മൊഡ്യൂളിൽ നിന്ന് എഴുതിയാൽ മതി, അല്ല എങ്കിൽ നമ്മൾ എന്ത് എഴുതിയാൽ മതി, സ്റ്റാറ്റസ് ഓഫ് വുമൻ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഓപ്ഷണൽ മൊഡ്യൂൾ 1ന്റെ ഉത്തരം എഴുതുക മൊത്തമായിട്ട്, അല്ലെങ്കിൽ ഓപ്ഷണൽ മൊഡ്യൂൾ 2ന്റെ ഉത്തരം മൊത്തമായിട്ട് എഴുതുക. ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു എക്സാം ഹോളിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് പ്രവേശിക്കാൻ പോകുമായിരിക്കും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു ചോദ്യ പേപ്പറിൽ എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക, എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ തരത്തിൽ നമ്മൾ അതിന് ഉത്തരം കൊടുക്കണം, എത്രമാത്രം നമ്മൾ എഴുതേണ്ടതുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് എങ്ങനെയാണ്, ഷോർട്ട് എസ്സേ എങ്ങനെയാണ്, 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എക്സാം ഹോളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം അല്ലേ. കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യ പേപ്പറിൽ നിങ്ങളുടെ റോൾ നമ്പർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യ പേപ്പറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾ എഴുതിയിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ എല്ലാ പേജും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോ, എല്ലാ പേജും പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എല്ലാ പേജ് നമ്പറും പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ചോദ്യ നമ്പറുകൾ സീക്വൻഷ്യൽ ഓർഡറിലാണ്, 1, 2, 3, 4 ആ ഒരു ഓർഡറിൽ തന്നെയാണ് ചോദ്യ നമ്പറുകൾ ഉള്ളത് എന്നും ഉറപ്പുവരുത്തുക. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവിടെ വന്നിട്ടുള്ള ആ ഒരു ടീച്ചറെ അറിയിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ പേജും പ്രിന്റ് ആയിട്ടുണ്ടോ, ക്വസ്റ്റ്യൻ നമ്പർ ഓർഡറിലാണോ ഉള്ളത്, എല്ലാ ചോദ്യങ്ങളും ഉണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. ഇനി ആൻസർ ഷീറ്റിൽ റോൾ നമ്പർ എഴുതേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലല്ലാതെ മറ്റെവിടെയെങ്കിലും റോൾ നമ്പർ എഴുതാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്ക് എഴുതി വെക്കുക. അതായത് റോൾ നമ്പർ എഴുതാനുള്ള നമുക്കൊരു സ്പെസിഫിക് സ്പേസ് നമ്മുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടാവും. അപ്പം ഇതിലല്ലാതെ മറ്റെവിടെയെങ്കിലും നമ്മുടെ പേര്, റോൾ നമ്പർ, അതായത് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയുള്ള എന്തെങ്കിലും കാര്യം എവിടെയെങ്കിലും ആൻസർ ഷീറ്റിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പരീക്ഷയിൽ നിന്ന് നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നോട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്തല്ലാതെ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ തരത്തിൽ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളെ പരീക്ഷയിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം ഇതിനുണ്ടാവുമെന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ പാർട്ടിൻ്റെ ആൻസർ ബുക്കിൽ നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു ഉദാഹരണമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നിങ്ങളുടെ അതിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതാണ് ആ ഒരു എ പാർട്ടിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് ഉറപ്പിക്കുകയാണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാലോ, ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലില്ല. ഈതർ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൂടെയാണ് ചോദ്യ പേപ്പർ ഉണ്ടാവുന്നുണ്ടാവുക. ഇനി നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തിലും കൂടെ ആൻസർ ചെയ്യാം. നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിലും കൂടെ ആൻസർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്കത് അറിയാൻ തോന്നുന്നു അല്ലേ?
ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിലും കൂടി എഴുതാം എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മലയാളം ഇവിടെ ഉണ്ട്. നമുക്ക് മലയാളത്തിൽ ഉത്തരം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും മറാഠിയിലും ഒക്കെ എഴുതാം. നമ്മൾ സ്പെസിഫൈ ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ മലയാളമായതുകൊണ്ട് തന്നെ മലയാളമായിരിക്കും നിങ്ങളും സെലക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ആൻഡ് you are required to indicate the language you have chosen to answer in the box provided in the answer book. ആൻസർ ബുക്കിൽ, ആൻസർ ഷീറ്റിൽ, ആൻസർ ബുക്ക്ലെറ്റിൽ ഏത് ഭാഷയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് എഴുതാനുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ നിർബന്ധമായിട്ടും നമ്മൾ ഏത് ഭാഷയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് എഴുതാൻ മറക്കരുത്. ഒരിക്കൽ കൂടി, ആൻസർ ബുക്ക്ലെറ്റിൽ നമ്മൾ ഏത് ഭാഷയാണ് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏത് ഭാഷയിലാണ് ഉത്തരം എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എഴുതാനായിട്ട് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സ്പേസിൽ നമ്മൾ ഏത് ഭാഷയാണ് എടുക്കുന്നത് അതവിടെ എഴുതി വെക്കാൻ മറക്കരുത്. ആൻഡ് മലയാളത്തിൽ എഴുതാം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ലാതെ മറ്റെന്തെങ്കിലും ഭാഷയിൽ നമ്മൾ, അതായത് മലയാളം പോലുള്ള ഇവരിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഭാഷകളിൽ നമ്മൾ ആൻസേഴ്സ് എഴുതാൻ വിചാരിക്കുകയാണ് എങ്കിൽ, നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും വായിച്ചെടുത്തതിൽ മനസ്സിലാക്കിയതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളോ ഇററുകളോ ഉണ്ട് എങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ് എന്നുള്ളൊരു കൂടി ഒരു ഇൻസ്ട്രക്ഷനും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടുന്ന് ഏൺ മാർക്സ് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടാണ് വിടുന്നത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ മലയാളത്തിൽ മാത്രമല്ല പഠിപ്പിക്കുന്നത്, അതിൻ്റെ ടേംസ് ഇംഗ്ലീഷിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. സാമൂഹ്യവൽക്കരണം എന്താണ്, സോഷ്യലൈസേഷൻ ആണ് നമ്മൾ പഠിച്ചു. അപ്പം നമുക്കത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ടേം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൽ നിന്ന് നിങ്ങൾ വായിച്ചെടുക്കുന്നതിൽ തെറ്റോ മിസ്റ്റേക്സോ എറേഴ്സോ ഒന്നും വരുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ. അപ്പം നമ്മുടെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷനും ചോദ്യം എങ്ങനെ വരും എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയുന്നുണ്ടാവും, നമ്മുടെ പോർഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആ ഒരു വീഡിയോസും കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ടതുണ്ട്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രയധികം മാർക്ക് സ്കോർ ചെയ്യാനും അത്രയധികം നമുക്ക് പരീക്ഷ എളുപ്പമാക്കാനും കഴിയും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ ഗൈസ്, സീ യു ഗൈസ് ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. വെറും 6 മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ ഏൺ മാർക്സ് ലേണിംഗ് ആപ്പിൽ ലഭ്യമാണ്. ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച റെക്കോർഡഡ് ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം. ഏൺ മാർക്സ് ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ. ഏൺ മാർക്സ്, യുവർ പെർഫെക്റ്റ് ലേണിംഗ് പാർട്ട്ണർ.